ശരി 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 കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല കുറെ കെറ്റിലും വെള്ളമില്ല കിട്ടി ശരിക്കും കിട്ടി തോളത്തുനിന്ന് കഴിഞ്ഞു തോന്നി എന്നിട്ട് നേരെ നിന്ന് തോളത്തുനിന്ന് കഴിഞ്ഞു തോന്നി എന്നിട്ട് നേരെ നിന്ന് അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട തോളത്തുനിന്ന് കഴിഞ്ഞു തോന്നി എന്നിട്ട് നേരെ നിന്ന് സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തെ കയറ്റം കൊള്ളൂല അവന്. ഒരു റഫീക്ക് വിളിക്കുന്നില്ല. വേണ്ട വേണ്ട, എന്റെ ദുരവസ്ഥ ചർച്ച ചെയ്ത് ആനന്ദിക്കാനുള്ള വിളിയാത്. ഞാനൊന്ന് തോളത്ത് കജ്ജ വെച്ചപ്പോ ആ മേത്ത് തൊട്ടില്ല കളിയൊന്നും വേണ്ട, കജ്ജെടുത്ത് മാറ്റാറും. ഞാന് പൊന്നാര സിദ്ദീഖ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ തോളത്തൊന്ന് കജ്ജ് വെച്ചത്. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? കഴിഞ്ഞു തോന്നി എന്നിട്ട് നേരെ നിന്ന് ഫോട്ടോ ഈ പാപ്പച്ച ഇത്രയൂടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോയിലൂടെ വരുമായിരുന്നില്ലേ? ഞാൻ ഒരുപാട് വലിയ വലിയ ആൾക്കാരെ തോളത്തും കജ്ജച്ചിക്കണ്, കെട്ടിപ്പൊടിച്ചിക്കണ്, ഉമ്മ വെച്ചിക്കണ്, ഇങ്ങോട്ടും അതേപോലെ ഇതാക്കിക്കണ്. ആണോ? ഭയങ്കര. ഒരുപാട് സിനിമാ നടന്മാര്, ദിലീപ് ഉണ്ട്, നാദിർഷക്ക് ഉണ്ട്, അതേപോലെ ഒരുപാട് അഹങ്കാരമില്ലാത്ത ഒരുപാട് നടന്മാരുണ്ട്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. അവസ്ഥ ഞാനൊരാള് വന്ന് തോളത്ത് കജ്ജ് പൊടിച്ചപ്പോ അതാണ് പറഞ്ഞത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നേരെ മറിച്ച് ഞാനൊരു സാരിയും ബ്ലൗസൊക്കെ ഇട്ടുകാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹായ് വാടി എന്ന് പറഞ്ഞാട്ട് കെട്ടിപ്പൊടിച്ചു. അത് നമ്മക്കല്ല മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിക്കും അടിക്കും കരണ കുറിച്ച് പൊളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ടോ? മനസ്സിലായോ? ഞാനൊരു സാരിയും ബ്ലൗസൊക്കെ ഇട്ടുകാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹായ് വാടി എന്ന് പറഞ്ഞാട്ട് കെട്ടിപ്പൊടിച്ചു. അത് നമ്മക്കല്ല. ഇനി കൈപ്പഴ കുഞ്ഞപ്പന്റെ പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ ചേട്ടൻ വീണ്ടും വരൂട്ടാ. ഇനി ആരും സൂത്രം കാണിച്ചാ എന്തേ മതി ഇറങ്ങി പോവാന്. അല്ല അംശമുണ്ട്, അല്ല അംശപ്പുണ്ടെങ്കിൽ ഞാൻ അംശം പറഞ്ഞു നോക്കും. ഞാൻ ആട്ടിടും.